നമുക്കിന്ന് നല്ല ചൂട് മൊരിഞ്ഞ ഉഴുന്നുവട ഉണ്ടാക്കാം. ആദ്യം ഒന്ന് മടിച്ചു പോയെങ്കിലും എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് കരുതി. അത്ര സക്സസ് ആവുമെന്ന് കരുതിയിട്ടല്ല കേട്ടോ തുടങ്ങിയത്. അപ്പോൾ അതാ നമ്മൾ തലേന്ന് ഒരു 3 മണിക്കൂർ ഉഴുന്ന് സോക്ക് ചെയ്തിട്ട് നല്ല ഐസും കട്ട ഇട്ടിട്ട് അരച്ചെടുത്തു. വെള്ളമൊന്നും കൂട്ടാതെ 2-3 ഐസ് ക്യൂബ്സ് എടുത്തിട്ട് നന്നായിട്ട് തിക്കായിട്ട് അരച്ചെടുത്തു കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂണ് വറുത്ത അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഓവർനൈറ്റ് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നേ. മാവ് പൊന്താൻ വേണ്ടി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിറ്റേന്ന് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. കാരണം മാവ് നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം തന്നെ പകുതി സമാധാനം. പിന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഒരു പിടി ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കറിവേപ്പിലും ഇട്ടെടുത്ത് അതും കൂടെ ഇട്ട് കുറച്ച് കുരുമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടോ. നമ്മൾ കുരുമുളക് ചതച്ചിട്ടിട്ടില്ല, കാരണം ഇച്ചൂസിനെ സ്നാക്സ് ആയിട്ട് കൊടുത്തിടാന്ന് എഴുതിയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കി. അപ്പം ഞാൻ കുരുമുളക് ചതച്ചിട്ടില്ല. ഇനി കടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ കഴിക്കില്ല. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, ഉപ്പൊക്കെ നോക്കി നന്നായിട്ട് ഇളക്കിയെടുത്തു കേട്ടോ. അപ്പോൾ അതാ പകുതി സമാധാനത്തിൽ ഞാൻ എന്താ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടോ. അപ്പോഴും എൻ്റെ നെഞ്ച് കത്തുണ്ട്, ഈശ്വര അത് ശരിയാവോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ വെള്ളവും മാവും കൊണ്ടുവച്ചിട്ടുണ്ട്. കൈ വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയിട്ട് മാവ് പരത്തിയെടുത്ത് ഫസ്റ്റത്തെ 2 അറ്റംപ്റ്റ് അത്ര കറക്റ്റിൽ കിട്ടിയില്ലെങ്കിലും ബാക്കി എല്ലാവരും നന്നായിട്ട് റെഡി ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. ഷേപ്പിലല്ലല്ലോ കാര്യം, ടേസ്റ്റിലല്ലേ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ.